എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഒരു മോർണിംഗ് റൊട്ടീനുള്ള വീഡിയോ ഇടാമെന്നാണ് കരുതത്. സാധാരണ എല്ലാ ദിവസവും മോർണിംഗ് ഇതുപോലെ തന്നെ ഉണ്ടാവാറ്. പിന്നെ വ്യത്യാസം വരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ കറി, പിന്നെ ഉച്ചക്കത്തെ ചോറിനുള്ള കറി, അതിനുള്ള വറവ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഒരു മാറ്റം വരുന്നത്. അപ്പോൾ ഇന്നലെ ദോശയൊക്കെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് കരുതി. പക്ഷെ പുട്ടിനുള്ള പാക്കറ്റ് പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ ഇതെന്ന് വെച്ചാൽ തലേന്നുള്ള പച്ചരി എടുത്ത് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് ഇനി ആറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് പിന്നെ പൊടിക്കുക ചെയ്യുക. മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അങ്ങനെ പുട്ടുണ്ടാക്കുക ചെയ്യുക. പിന്നെ അതിനിടയിൽ ഞാൻ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് അതൊക്കെ അലക്കാനായിട്ട് ഒരു സൈഡിൽ ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ അത് അവിടെ നിന്ന് അലക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അത് ഒരു സൈഡിലേക്ക് മാറ്റി അലക്കാനായിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഓണാക്കിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ നിന്ന് ആയിക്കോളുമല്ലോ. ബാക്കിയുള്ള പണികളൊക്കെ ഏകദേശം ആകുമ്പോഴത്തേക്കും അലക്കലൊക്കെ നടന്നോളും വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കുടിക്കാനുള്ള വെള്ളം വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വെച്ച മീൻകറി എടുത്തിട്ട് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. പിന്നെ കടല ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടിന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കടല എടുത്തിട്ട് ആ വെള്ളത്തിലിട്ട് വെച്ച കടല എടുത്തിട്ട് ഞാൻ കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടലേൻ്റെ ആ ഒരു വെന്തിൻ്റെ വിസിലൊക്കെ വരുന്ന ആ സമയം കൊണ്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കടല എടുത്തിട്ട് വേഗം കഴുകിയിട്ട് കുക്കറിലങ്ങ് ഇട്ട് കൊടുത്ത് അതങ്ങ് ഗ്യാസിലേക്ക് വെക്കാൻ പോവുകയാണേ. പിന്നെ അതൊന്ന് ആകുമ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. എന്നിട്ട് ഞാൻ അരക്കാനുള്ള പരിപാടി നോക്കുകയാണ്. പിന്നെ പുട്ടിന് കുറച്ച് തേങ്ങ വേണം. പിന്നെ അതുപോലെ തന്നെ വറവിനും കുറച്ച് തേങ്ങ, അതുപോലെ പിന്നെ കടലക്കറിക്ക് കുറച്ച് അരച്ചിട്ട് അതിനുള്ള തേങ്ങയും വേണം. അതുകൊണ്ട് കുറച്ച് തേങ്ങ വേണ്ടു. പിന്നെ കറി വേറെ എക്സ്ട്രാ കറിയൊന്നും വെക്കുന്നില്ല. ഇന്നലെ രാത്രിയത്തെ മീൻകറി ഉള്ളത് കൊണ്ട് വൈകുന്നേരം ഇനി എന്തെങ്കിലും വെക്കാൻ വിചാരിച്ചു. ഉച്ചക്കത്തേക്ക് എന്തായാലും കറിയുണ്ട്. പിന്നെ ഇന്നലെ രാത്രി ചക്കയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചക്കയും ബാക്കി ഇരിപ്പുണ്ട്. പിന്നെ രാവിലെ എന്തെങ്കിലും വറവല്ലേ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അങ്ങനെ മുരിങ്ങാക്കോല് വറവുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ കാര്യം ഇത്രയേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ വൈകുന്നേരം ഇനി എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ അരിക്കാൻ വെച്ച പച്ചരി എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ആ അരിയൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരക്കുന്ന സമയം തന്നെ ഞാൻ ഒരു നുള്ളി ഉപ്പിടും. അന്നേരം കുറച്ചും കൂടി ഉപ്പ് പിടിക്കും അതിന്. പിന്നെ ഇന്നലെ രാത്രിയെ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് കുറച്ചല്ലേ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചല്ലേ അത് കുഴക്കണ്ടോ. അതുകൊണ്ട് ആ സമയത്ത് ഉപ്പ് പിടിക്കാത്ത പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അരക്കുന്ന സമയത്ത് തന്നെ ഒരു നുള്ളി ഉപ്പിട്ടിട്ട് അങ്ങനെ അരക്കല ചെയ്യാറ്. അങ്ങനെ അത് ഞാൻ അരക്കേണ്ട മട്ടൊക്കെ നോക്കട്ടെ കേട്ടോ. അങ്ങനെ പുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ അരച്ചിട്ട് ഒന്ന് കുഴച്ച് വെക്കട്ടെ.
അങ്ങനെ പുട്ട് ഒക്കെ കുഴച്ചിട്ട് ഞാൻ ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പുട്ട് കുറ്റിയിലാക്കി അടുപ്പത്ത് വെച്ചു. ഇനി അടുത്തതായി തേങ്ങ ഇത് കടലക്കറിക്കുള്ള തേങ്ങ അരക്കലാണ്. ഞാൻ ഉപ്പും പിന്നെ മുളകും മഞ്ഞളും പിന്നെ വെജിറ്റബിളിൻ്റെ പൊടിയേ ഇടുന്നുള്ളൂ. വേറെ മസാല പൊടികളും വേറെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് ഇനി കറി ഒന്ന് സെറ്റാക്കിയിട്ട് കേട്ടോ. കറിയും കൂടി സെറ്റാക്കിയിട്ട് ബാക്കി പരിപാടിയൊക്കെ നോക്കാം. പിന്നെ ഓരോന്ന് കഴിയുന്നതിനെ നോക്കിയിട്ട് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ലാസ്റ്റ് അതൊരു പണിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിയുന്നതിനെ അത് നോക്കിയിട്ട് അതിലൊന്ന് കഴുകി വെച്ചു. പിന്നെ മുരിങ്ങാക്കോലൊക്കെ അത് മുറിച്ചിട്ട് വെച്ചത് ഞാൻ വേറെ പാത്രത്തിലാക്കിയിട്ട് ചെനിച്ചട്ടിയിൽ ഇനി വറവിനുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. പിന്നെ കടുക് വറുത്തിടണം. ഇത് കടലക്കറിക്കും കടുക് വറുത്തിടണം, അതുപോലെ വറവിനും കടുക് വറുത്തിടേണ്ടത് കൊണ്ട് ഇത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ചാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ സമയത്ത് തന്നെ കറിക്കും കൂടി അതിലേക്ക് ആവുമല്ലോ വിചാരിച്ച് അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് വറവുണ്ടാക്കുന്ന സമയം തന്നെ കടുകും കൂടി വറുത്തിടാൻ നിന്നേ. ഇപ്പോൾ പുട്ടും കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതൊക്കെ ഒന്ന് ആ സമയത്ത് തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലുള്ള ഒരുവിധം ജോലിയൊക്കെ കഴിഞ്ഞു. പിന്നെ ചായ കുടിക്കാൻ നോക്കുമ്പോൾ ഞാൻ ചായയൊക്കെ കഴിക്കേണ്ട സമയമാകുമ്പോഴേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. ആദ്യമേ ഉണ്ടാക്കി വെക്കാറില്ല. എന്നാൽ ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയമാകുമ്പോൾ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് പോകാൻ. എൻ്റെ അലക്കിയ തുണികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ പോയിട്ട് വാഷിംഗ് മെഷീനിൽ ഓഫാക്കിയിട്ട് വന്നു. ഇനി പോയിട്ട് ഒന്നെല്ലാം തിരുമ്പിയെടുക്കണം. അങ്ങനെ എൻ്റെ തിരുമ്പലും ആറയിടലും ഒക്കെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ടാസ്ക് എൽവിനും ഏട്ടനൊക്കെ വിളിക്കലാണ്. അപ്പോൾ ഉറങ്ങണീച്ച് വിളിക്കാൻ ഇപ്പോൾ സ്കൂൾ പൂട്ടിയവരെ ഇപ്പോൾ അവന് ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ ലേറ്റായിട്ട് എണീക്കോ, അതുകൊണ്ട് എണീച്ച് വരാൻ കുറച്ച് പാടാണ്. സ്കൂളുണ്ടെങ്കിൽ എല്ലാം ചടപടയെന്ന് പറഞ്ഞിട്ട് നോക്കേണ്ടി വരും. എല്ലാം ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ അവർ എണീറ്റ് പല്ലിയേക്കുന്ന ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കുന്നത്. ചായ വെക്കാറില്ല, ബൂസ്റ്റാണ്. അപ്പോൾ ബൂസ്റ്റിനുള്ള പാൽ ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്.
പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.